4275 റേഞ്ചിൽ ജോർജറ്റിലെ ലക്നവി എംബ്രോയിഡറി വരുന്ന സൽവാർ സെറ്റാണ് കാണുന്നത്. നമ്മൾ നോർമലി കാണുന്ന കളറിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ പാറ്റേൺ വന്നേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കാണുന്ന നല്ലൊരു ലൈറ്റ് പീച്ച് കളറാണ്. പീച്ച് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിൽ വരും. സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടവും ദുപ്പട്ടയും നമുക്ക് എംബ്രോയിഡറി ചെയ്താണ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് നമ്മൾ കാണുന്ന ലൈറ്റ് ബ്ലൂ ടോൺ ആണ്. ബ്ലൂ ആൻഡ് ഗ്രേ വരും. അതുപോലെ യെല്ലോ ആൻഡ് ഗ്രേ വരുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ കാണുന്ന ഗ്രീൻ ഷെയ്ഡാണ്, ലൈറ്റ് ഗ്രീൻ ടോൺ. അങ്ങനെ 4 ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4ൻ്റെയും കളക്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. പാറ്റേൺ നമുക്ക് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ നമുക്ക് നല്ലൊരു എംബ്രോയിഡറി കൊടുത്താൽ ലക്നവി എംബ്രോയിഡറി ചെയ്താണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ക്രേപ്പ് ജോർജറ്റ് ഫാബ്രിക്കിലേക്കാണ് ഈ ഒരു സൽവാർ സെറ്റ് നമുക്ക് വന്നേക്കുന്നത്. 2.5 മീറ്റർ ലെങ്ത് വരുന്നുണ്ട്. ലൈറ്റ് ബ്ലൂ ടോണിലേക്കാണ് വരുന്നത്. ദുപ്പട്ട സെയിം ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെ എംബ്രോയിഡറിയും ചെയ്ത് 4 സൈഡിലും ക്രോഷിയോയുടെ ലേസും അതുപോലെ ദുപ്പട്ടയുടെ എൻഡിൽ വരുമ്പോഴത്തേക്ക് ലക്നവി എംബ്രോയിഡറിയും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സീക്വൻസ് വർക്കുമാണ് ചെയ്തേക്കുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടമാണ് ഇതിൻ്റെ കൂടെ കൊടുത്തത്. സെയിം പാറ്റേൺ ലൈറ്റ് പീച്ച് കളർ ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്. ലൈറ്റ് ഗ്രീൻ കളർ ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വന്നേക്കുന്നത്. നല്ലൊരു ഓഫ് വൈറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്.